കരുനാഗപ്പള്ളി സന്തോഷ് കൊലക്കേസിൽ 5 പേർ പിടിയിലായത് കൊലപാതകവുമായി നേരിട്ട് ബന്ധമുള്ള രാജപ്പനും കൊലപാതകത്തിൽ സഹായിച്ച 4 പേരുമാണ്. വിവരങ്ങളുമായി ഡി ബിനോയ് ചേരുന്നു. ബിനോയ്, ഈ കേസിലെ 5 പ്രതികളും അപ്പോൾ പിടിയിലായിരിക്കുന്നു. ആ പോലീസ് ഫോട്ടോ പുറത്തുവിട്ടതാണ് ഏറെക്കുറെ നിർണായകമായത് എന്ന് തന്നെ കരുതാം, അല്ലേ? ഡി ബിനോയാണ് അല്പസമയത്തിനുള്ളിൽ തന്നെ വിശദാംശങ്ങളുമായി നമ്മളോടൊപ്പം ചേരും. കഴിഞ്ഞ ദിവസം നടന്ന അതിദാരുണ കൊലപാതകമായിരുന്നു. അതിനുശേഷം പോലീസ് പ്രതികളുടെ ഫോട്ടോ പുറത്തു വിട്ടിരുന്നു. അതിന് പിന്നാലെയാണ് ആദ്യഘട്ടത്തിൽ 2 പേർ പിടിയിലായി. ഈ കൊലപാതകത്തിൽ നേരിട്ട് ബന്ധമുള്ള രാജപ്പനടക്കം 2 പേരാണ് ആദ്യഘട്ടത്തിൽ പിടിയിലായത്. ഇപ്പോൾ ഈ കേസിലെ മുഴുവൻ പ്രതികളും, അതായത് പോലീസ് സൂചിപ്പിച്ച പോലെ തന്നെ പോലീസ് നിഗമന പ്രകാരമുള്ള 5 പ്രതികളും കേസിൽ പിടിയിലായിരിക്കുന്നു. ഡി ബിനോയ് ആണ് വിവരങ്ങളുമായി ചേരുന്നത്. ബിനോയ്, എങ്ങനെയാണ് ലഭിക്കുന്ന വിവരങ്ങൾ? 5 പ്രതികളും കേസിനെ സംബന്ധിച്ച് ഉള്ള പോലീസ് നിഗമനാർത്ഥമുള്ള 5 പ്രതികളും പിടിയിലായിരിക്കുന്നു. ഇനി എന്തൊക്കെയാണ് നടപടികൾ? ഡി ബിനോയ് അല്പസമയത്തിനുള്ളിൽ തന്നെ ചേരും. നമുക്ക് ഈ വാർത്തയുടെ മുറ പോലെ ഡി ബിനോയ് ചേരുന്നുണ്ട്. ബിനോയ്, 5 പ്രതികളും പിടിയിലായിരിക്കുന്നു. ഇനി എങ്ങനെയാണ് നടപടി? കാളിദാസ്, നമുക്കിപ്പോ കിട്ടുന്ന വിവരം അനുസരിച്ച് കൊലപാതകത്തിൽ നേരിട്ട് പങ്കുള്ള രാജപ്പൻ എന്ന ആളും കൊലപാതകത്തിന് സഹായങ്ങൾ ചെയ്തു കൊടുത്ത 4 പേരുമാണ് ഇപ്പോൾ പിടിയിലായിട്ടുള്ളത്. മറ്റ് 4 പേർ ഇപ്പോഴും ഒളിവിൽ തന്നെയാണ്. ഇതിലെ പ്രധാന പ്രതി പങ്കജിനെ കുറിച്ചുള്ള പങ്കജ് എവിടെയുണ്ടെന്നുള്ള ഏകദേശ ധാരണ പോലീസിന് ലഭ്യമായി എന്നുള്ള വിവരമാണ് ഇപ്പോൾ അവസാനമായി നമുക്ക് കിട്ടുന്നത്. ഈ കരുനാഗപ്പള്ളി ഓച്ചിറ പ്രദേശങ്ങളിൽ ഗുണ്ടാ സംഘങ്ങൾ പ്രവർത്തിക്കുന്നവരുമായ ആളുകളെ ഇന്നലെ മുതൽ തന്നെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തിരുന്നു. ഇവരെ ചോദ്യം ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് കൊലയാളി സംഘത്തെക്കുറിച്ചുള്ള ഒരു ഏകദേശ ധാരണ പോലീസിന് ആദ്യഘട്ടത്തിൽ ലഭ്യമായത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് രാജപ്പനെ ഓച്ചിറ സമീപത്ത് നിന്നും പിടികൂടിയത്. ഇയാൾ ഒളിവിലായിരുന്നു. ഒപ്പം ഇതിലെ പ്രധാന പ്രതികളുടെ ഫോൺ കോളുകളെല്ലാം തന്നെ നിരീക്ഷിക്കുന്നുണ്ട്. അതിനുപരി ഈ കരുനാഗപ്പള്ളിയിൽ കൊലപാതകം നടന്ന വീടിന് സമീപം 2 മണി മുതൽ 4 മണി വരെ ആരൊക്കെയാണ് മൊബൈൽ ഫോൺ ഉപയോഗിച്ചിരിക്കുന്നത്, അത്തരം കാര്യങ്ങളും പോലീസ് പരിശോധിച്ചു വരികയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്നലെ തന്നെ വാഹനത്തിന്റെ ഉടമയെ കസ്റ്റഡിയിലെടുത്തിരുന്നു. ഇയാളുടെ പേരോ മറ്റു വിവരങ്ങളോ പോലീസ് പുറത്തുവിട്ടിട്ടില്ല. ഇപ്പോൾ അവസാനം ലഭ്യമാകുന്ന വിവരം അനുസരിച്ച് 5 പേർ കസ്റ്റഡിയിലുണ്ട്. അതിൽ ഒരാൾക്ക് നേരിട്ട് കൊലപാതകവുമായി ബന്ധമുണ്ട്. അതാണ് രാജപ്പൻ. കാളിദാസ്. തീർച്ചയായും ബിനോയ്, എന്തായാലും 5 പ്രതികളും കേസിനെ സംബന്ധിച്ച് പിടിയിലായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത്. ഡി ബിനോയ് ആണ് വിവരങ്ങൾ നൽകുന്നത്.